കാരി കൂരി വരാല് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റം ഉണ്ട് അല്ലേ? എല്ലാ ചട്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ബാ ചെമ്പ ചില്ലാൻ മതി. ആ ചെമ്പല്ലി ഒഴിച്ച് മാറ്റി പരല് കൂരി അങ്ങനെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് ഇനി കൊണ്ട് കറി വെച്ചിട്ട് ചോറുണ്ട വറക്കാം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അല്ല. ഇപ്പോൾ ആറ്റുമീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഒരു പാൻ അങ്ങോട്ട് വെക്കാം. 1/4 ടീസ്പൂൺ ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്കത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ചട്ടി അങ്ങോട്ട് പോകും. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി, 2-3 പച്ചമുളക് മൂത്ത് വന്നതിന് ശേഷം ഈ അരപ്പൂടെ അങ്ങോട്ട് ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതുള്ള അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് കുന്നതിന് ശേഷം ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കുക. കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇടുക. അവിടെ ഇരിക്കട്ടെ. നല്ലപോലെ തിളച്ച ശേഷം മീൻ പിറക്കിയിട്ട് ഇനി ഈ മീനൊന്ന് വേകണം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആറ്റുമീൻ കറി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് സമയമായി. തുറന്നു നോക്കാം. ആഹാ, അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയതിനു ശേഷം ഒരല്പ ചാറോട് കൂടിയാണ് നമുക്ക് ചോറിനൊക്കെ വേണം. തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു കുടംപുളി ഇട്ട ആറ്റുമീൻ കറിയാണിത്. ഒന്ന് ചെയ്ത് നോക്കുക.